ഹേ വാട്സ്ആപ്പ് ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഒരേ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണാം, ഒപ്പം തന്നെ നമുക്ക് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാം നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നിച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത്തരം മൾട്ടി ടാസ്കിംഗ് ഫീച്ചേഴ്സ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും അവൈലബിൾ ആണ്. ഇത്തരം ഫീച്ചേഴ്സ് അവൈലബിൾ അല്ലാത്ത ഫോണുകളിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഒന്നിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ എന്നത്തെയും പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ പേര് ഫ്ലോട്ടിംഗ് ആപ്സ് എന്നാണ്. ആപ്പ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇതുപോലെ കാണാം. ഇവിടെ താഴെ നമുക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. അതിനുശേഷം നമുക്കിവിടെ 2 പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറയും. നമുക്കിവിടെ അലോ ചെയ്തിട്ട് പെർമിഷൻസ് 2 നമുക്കിവിടെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വീണ്ടും താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ ഫ്ലോട്ടിംഗ് ഓപ്ഷനിലാണ്. നമുക്ക് സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് ആപ്പിനകത്തുള്ള യൂട്യൂബ് മറ്റു ആപ്ലിക്കേഷൻസിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് ഇവിടെ ഒന്നും ചേഞ്ചസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്ക് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വീണ്ടും ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇടത് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുക ഈ ഫ്ലോട്ടിംഗ് ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റും. നമുക്കിനി ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ആവശ്യമായ സമയത്ത് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരും. വാട്സാപ്പും ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആഡ് നോട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മറ്റു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ബുക്ക് മാർക്സ് അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ബ്രൗസർ, കാൽക്കുലേറ്റർ, കാലണ്ടർ, പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. മറ്റു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ പറ്റും. അതുകൂടാതെ നമുക്ക് മെയിനായിട്ട് വരുന്ന മറ്റൊരു ഓപ്ഷൻസാണ് ഡയലർ. നമ്മൾ മറ്റു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ അർജൻറ്റായിട്ട് ആർക്കെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയലർ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മൾട്ടി വിൻഡോയിൽ നമുക്ക് കോൾ ചെയ്യാനും പറ്റും പെട്ടെന്ന് തന്നെ. ഓക്കെ, ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസിലേക്ക് എടുക്കാം. എന്താണ് മറ്റു ഫീച്ചേഴ്സ് എന്ന് നോക്കാം. നമുക്കിവിടെ ഫേസ്ബുക്ക് കാണാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ലൈറ്റ് അവൈലബിൾ ആണ്. ഫയൽ ബ്രൗസർ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് എല്ലാം തന്നെ പറയുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ദൈർഘ്യം വളരെ കൂടുന്നതായിരിക്കും. നമുക്ക് ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ലോഗിൻ ചെയ്തിട്ട് ഫേസ്ബുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ അറബിയിലാണുള്ളത്, നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ UAE-യിലായതുകൊണ്ടാണ് ഇവിടെ അറബിയിൽ കാണുന്നത്. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനിമൈസ് ചെയ്തിട്ട് ചെറുതാക്കാനോ വലുതാക്കാനോ നമുക്ക് പറ്റുന്നതാണ്. എന്നിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്തിട്ട് ഫേസ്ബുക്ക് കാണാം. യൂട്യൂബും നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. നമുക്കിവിടെ ഏറ്റവും താഴെയാണ് യൂട്യൂബിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ റെക്കോർഡർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. മറ്റു ആപ്ലിക്കേഷൻ്റെ ഇടയിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോ റെക്കോർഡ് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻസ് ഒന്ന് അലോ ചെയ്തിട്ട് നമുക്കിവിടുന്ന് എന്ത് കാര്യവും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുകൂടാതെ മ്യൂസിക് പ്ലേയേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടെ പെയിൻറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. നമുക്ക് എന്തെങ്കിലും ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും. ഓക്കെ, മൾട്ടി വിൻഡോയിൽ ഇതുപോലെ ചിത്രം വരയ്ക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂട്യൂബ് ഉപയോഗിക്കാം, വീഡിയോ പ്ലെയർ ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.